ഇന്ന് കാനഡയിൽ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നേ. അപ്പോൾ മഞ്ഞൊക്കെ പെയ്ത് തണുത്തിങ്ങനെ മഞ്ഞ് തോർന്ന് കിടക്കുന്ന നല്ലൊരു ഈവനിങ്. അപ്പോൾ നമുക്കൊരു പഴംപൊരി കഴിക്കാൻ തോന്നി. അപ്പം നമ്മുടെ കയ്യിൽ ഏത്തപ്പഴം ഇല്ല കേട്ടോ പഴംപൊരി ഉണ്ടാക്കാൻ. കാനഡയിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് ക്യാവൻഡിഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പഴമാണ്. ഇത് നന്നായിട്ട് പഴുത്തൊരു 2 എണ്ണം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇത് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാനിതെല്ലാം പീൽ ചെയ്ത് വന്നപ്പം ആദ്യത്തെ പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പഴം പഴുത്ത് അധികമായിട്ട് അതിൻ്റെ ബാക്കിൽ കുറച്ച് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് കളഞ്ഞു ആ സൈഡ്. അപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ലത്. ഇനി ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനാണ് ഞാൻ മൈദയും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കിതിൻ്റെ ടെക്നിക്ക് അത്ര ഇതായിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പം നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും സംഭവം ബാറ്ററൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പഴം ഏത്തപ്പഴം അല്ലാത്തത് കൊണ്ട് മാത്രമായിരുന്നു എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ എള്ളുണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഫുള്ള് മാവാണ് കേട്ടോ. ഇത് നമ്മളിപ്പം പാൻ വെച്ചിട്ട് എണ്ണ ചൂടായ നോക്കാൻ മാവൊക്കെ ഇട്ടത് ആദ്യത്തെ പഴംപൊരി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുൾ പഴംപൊരിയൊക്കെ ഇട്ട് ഗ്യാപ്പിൽ ഞാൻ എൻ്റെ റൂമായിട്ട് ഉറങ്ങുന്ന സമയത്തായിട്ട് ഉണ്ടാക്കുന്നത്. ചേച്ചി എൻ്റെ അടുത്ത് ഇത് ഉണ്ടാക്കണ്ട, ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ രാത്രിയിൽ പോയത്. ഇതിപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ചേച്ചി കിടന്നുറങ്ങുന്നത്. ഇത് നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെതറിൽ നല്ല പൊരിച്ച പഴംപൊരിയും കട്ടൻ ചായയൊക്കെ കുടിക്കാൻ അടിപൊളി വൈബാണല്ലോ. അപ്പോൾ ഒത്തിരി മഞ്ഞടിച്ചിട്ട് ഇത് ഇച്ചിരി തണുത്തു പോയി. ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കാൻ പോയതായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം എനിക്കെന്താ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പഴംപൊരിയൊന്നും അല്ല കേട്ടോ. അതാ നല്ലത്.